ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും, ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെന്നത്തെയും പോലെ നമ്മുടെ വീട്ടുവിശേഷങ്ങളൊന്നുമില്ല. അമ്പലത്തിലെ സപ്താഹമൊക്കെ നടക്കുന്നത് കൊണ്ട് പലരും എന്നോട് ചോദിച്ചു, അടക്കളയൊക്കെ കൂട്ടി സീലൊക്കെ വെച്ചോന്ന്. ഇല്ല, എല്ലാം വെക്കും. അവിടെ മോന് സ്കൂളിലൊക്കെ പോകണ്ടേ, അതുകൊണ്ട് പിന്നെ സീല് വെച്ചാൽ ഒരു പണി നടക്കത്തില്ല കേട്ടോ. സീലൊന്നും വെച്ചില്ല, എല്ലാം വെപ്പും കൂടിയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ അമ്പലമുള്ള ഭാഗത്ത് എനിക്ക് തോന്നുന്നു മിക്കവാറും അവിടെ സീലൊക്കെ അടിച്ച് പൂട്ടിക്കെട്ടി വെച്ചേക്കുമായിരിക്കും. എന്ന് വെച്ചാൽ സപ്താഹമല്ലേ, രാവിലെ കാപ്പിയുണ്ട്, ഉച്ചയ്ക്ക് ഊണുണ്ട്, രാത്രി അത്താഴമുണ്ട്. പിന്നെ അവിടെ ചെന്നിരിക്കാൻ തന്നെ നല്ല രസം കേട്ടോ. അപ്പോഴ് ആചാര്യന്മാരുടെ ആ പൂജകളും കാര്യങ്ങളും അവർ പറയുന്ന ഓരോ കാര്യങ്ങളും നമുക്കുണ്ടല്ലോ, നമുക്ക് അവിടെ ഇരിക്കാൻ തോന്നും കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് നല്ലതാണ് നമ്മുടെ ആ അമ്പലത്തിൻ്റെ ആ പരിസരവും അമ്പലമുറ്റമൊക്കെ ഒന്ന് ചെന്നിരിക്കണം ഇത്തിരി നേരം കേട്ടോ. ചെന്നിരിക്കുമ്പോഴേ അറിയത്തുള്ളൂ അതിൻ്റെ ആ എന്താ ഒരു രസം. നമുക്ക് അങ്ങനെ ചെന്നിരിക്കാനൊക്കത്തില്ല കേട്ടോ. ഇന്ന് ഞാൻ ഒരു 11 മണിക്ക് പോയി കേട്ടോ. 11 മണിക്ക് പോയിട്ട് ചോറൊക്കെ ഉണ്ടിട്ട് ഇനി വന്നു ഇനി പോകുന്നു കേട്ടോ. നാളെയും പോകണം. ആരാണ് രുക്മിണിയായിട്ട് തിരഞ്ഞെടുത്തത്? അനിയൻ്റെ മോളെ. നാളെ അവൾക്കാണ് രുക്മിണിയായിട്ട് വേഷം കിട്ടിയത് കേട്ടോ. ആരാധ്യ നറുക്ക് വീണത് ആരാധ്യക്കാണ്. അപ്പോൾ രുക്മിണിയായിട്ട് നാളെ അവളായിരിക്കും അവിടുത്തെ താരമല്ലേ. അതും ഒരു കുഞ്ഞു മോളായിട്ടോ. എടുത്തത് നറുക്കെടുക്കുമല്ലേ രുക്മിണി പേരിനായിട്ടൊക്കെ. എൻ്റെ പൊന്നി ഊണ് ഒറ്റിപ്പൊളി ഊണാട്ടോ. എന്തോ കഴിക്കാനൊക്കെ എന്ത് ഇഷ്ടം പോലെ തരും നമുക്ക് കേട്ടോ. ആവശ്യത്തിന് തരും കേട്ടോ. അങ്ങനെ ചിലയിടത്തൊക്കെ ചെന്നാൽ ഭയങ്കര എന്താ പിടുത്തമായിരിക്കും. ആഹാരം ആളുകൾക്ക് അങ്ങനെ കൊടുക്കത്തില്ല. പക്ഷെ ഇവിടെ ഇഷ്ടം പോലെ കൊടുക്കും. അങ്ങനെയൊന്നുമില്ല, ഇഷ്ടം പോലെ രാവും പകലും എല്ലാം അവിടെ അന്നദാനം ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളിവിടെ എന്തോ ചെയ്യുന്നേ? നമ്മളിവിടെ സദ്യയൊക്കെ കഴിച്ചിട്ട് വന്നേരി. എനിക്ക് ഭയങ്കര ദാഹം. ചായ 4 മണിക്ക് ഇടുന്നുള്ളൂ ഞങ്ങൾ കേട്ടോ. ഞാൻ പറഞ്ഞു ഓറഞ്ച് ഇരിക്കൊണ്ട് നമുക്ക് അത് ജ്യൂസ് ഉണ്ടാക്കാമോ. അത് ഇത് നുള്ളി പൊളിക്കുക, അത് തന്നെ ഒരാളുടെ ജോലിയാണ്. നേരത്തെ അതിനെ പൊളിച്ച് വെക്കണ്ടേ എന്തെങ്കിലും ഇനി മണ്ടത്തരമായിട്ട്. ആ സാരമില്ല, നമുക്ക് കാര്യമൊക്കെ പറയാമല്ലോ. സരസ്വനെ കണ്ടു കേട്ടോ. ഞാൻ ചുമ്മാ പറയുന്നത്, സരസ്വന് ഭയങ്കര കേമയാണ്. സരസ്വൻ്റെ മരുമോളെ അടുത്ത് മിണ്ടിയില്ലെങ്കിൽ സരസ്വന് അറിയാൻ വെള്ളം പോലും കിട്ടത്തില്ലെന്ന് കേട്ടോ. ഭയങ്കര സന്തോഷം. പ്രിയെ അങ്ങനെ ഇങ്ങനെ അടുത്ത വിശേഷങ്ങൾ പറയാനേ ഉള്ളൂ സമയം നമ്മളെ കണ്ടാൽ കേട്ടോ. പ്രിയെ അങ്ങനെ ഇങ്ങനെ. അപ്പോൾ നാളെ നവഗ്രഹ പൂജയൊക്കെ ഉണ്ട്. അപ്പോഴും നാളെ കല്യാണമുണ്ട്, നാളെ സദ്യയാണ്, ഇലയിട്ടില്ല കേട്ടോ. നമുക്ക് പോകണം. പിന്നെ ആ ചടങ്ങിലൊക്കെ നമ്മൾ ഉൾപ്പെടുന്നത് നല്ലതല്ലേ. അപ്പം നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം കേട്ടോ. ഇതുണ്ടല്ലോ, എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ല. അങ്ങനെ ഒരു കുഴപ്പമാണ്. ഇതൊക്കെ ചുമ്മാതെ ഞാൻ എത്രയോ നാളുകളായി വാങ്ങിച്ച് വെച്ചിട്ട് എടുക്കത്തില്ല. മറ്റേ ജ്യൂസുണ്ട് എനിക്ക് കേട്ടോ. ഇരിക്കാടാ അടി ഇരിക്കാൻ വയ്യ എനിക്ക്. മറ്റേതൊക്കെ ഉണ്ടതാ, ഞാൻ ചുമ്മാ ഒന്ന് എടുത്തതായിട്ട്. ഇതൊക്കെ എന്തോത്തിന് ഇതേ പാതല്ല അതിൻ്റെ മേളിൽ അടുക്കി വെച്ചിട്ടത് എന്തോത്തിനാണോ എനിക്കറിയത്തില്ല കേട്ടോ. എല്ലാവരും ഇതൊക്കെ തന്നെ. എന്നിട്ട് പണ്ട് പുരാതന കാലത്തുള്ള പ്ലേറ്റുകളും ഒക്കെ അല്ലേ നമ്മൾ അതിനകത്തൊക്കെ അല്ലേ കഴിക്കുന്നത്. ഈ പെണ്ണുങ്ങളെന്ന് പറയുന്നത് അങ്ങനെയാണല്ലേ. കുറേശ്ശെ ഇടാം. ഇപ്പം തിരിക്കാനും എനിക്ക് അതാ മടി. ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിയടാ മര്യാദക്ക്. മോനുണ്ടെങ്കിൽ പിന്നെ കൊച്ചു പിള്ളേരുണ്ടെങ്കിൽ പിന്നെ എളുപ്പമാണല്ലോ. നമുക്കല്ലേ ഇതൊക്കെ എടുക്കാൻ മടി.
ഇരുന്നോണം, കറിക്കോണം, ഞാൻ പറയുന്നത് പോലൊക്കെ ഇരുന്നോണം കേട്ടോ. ചിലപ്പോ ഉണ്ടല്ലോ ഫ്രണ്ടിൽ ഇരിക്കുന്നവൻ ചാടിപ്പോയി, എനിക്ക് അതാ പേടിയില്ല. ഇതേ ഞാൻ പറഞ്ഞില്ലയോ, അവന് ഇച്ച അഹങ്കാരം കൂടുതലായിട്ടുണ്ട്. ഈ പുറയുന്ന അങ്ങോട്ട് തിരക്കുണ്ടല്ലോ, അവൻ ചാടിപ്പോവും. മര്യാദയ്ക്ക് അവിടെ ഇരുന്നോണം. വീഴുന്നുണ്ട് കേട്ടോ, വീഴുന്നുണ്ട്. ഇല്ല കരിമ്പ് ഇതല്ല, ഈ മെഷീനകത്തല്ലോ കരിമ്പ്, വേറെ മെഷീനകത്തേക്ക് കരിമ്പ് ജ്യൂസൊക്കെ കഴിക്കണം. ഷൂ കേട്ടോ, വേണ്ട എനിക്ക് ഷൂവാ. എനിക്ക് ഫ്രണ്ടിൽ ഇരിക്കുന്നവനെ മുന്നോട്ട് ഇനി വരും, എനിക്ക് അതാ പേടി. എവിടെ പോവാ നീ? അവിടെ ഇരിക്കടാ. പറഞ്ഞാ കേട്ടിട്ടില്ല. എവിടെ ഒന്ന് നോക്കാക്കണം കേട്ടോ. എനിക്കറിയാം, എത്ര അന്നേ എനിക്കറിയത്തില്ല കേട്ടോ. മോനറിയാം നല്ലതായിട്ട്. എവിടെയോ ഒന്ന് ലോക്കാവും, അപ്പോഴാണ് അവനത് പിടിച്ചിരിക്കുന്നത്. എൻ്റെ ദൈവമേ, ഈ ബുദ്ധൂസിനെ കൊണ്ട് തോറ്റ് പിടിച്ച് ജീവന് മറ്റേതായിട്ട് കാണിച്ചാൽ മതിയായിരുന്നു. ദൈവ കൊച്ചിനെ വിളിച്ചിട്ട് ഒരു പകലാക്കിനകത്ത് ഒരു കൊച്ചുണ്ട് എനിക്ക് കേട്ടോ. ആ കൊച്ചിനെ ഒന്ന് വിളിച്ച് ഇത് എവിടെ ഫ്രണ്ടിലൊന്ന് ലോക്കാവും, അപ്പോഴാണ്. അല്ലെങ്കിൽ ഇത് അങ്ങോട്ട് തല്ലി വരും. ഇനി നീ എങ്ങാണം പോവാണെങ്കിൽ കേട്ടോ, എന്റെ കുഞ്ഞുള്ളപ്പോ ഇതൊക്കെ എനിക്ക് അടിച്ചു തരിക. അവൻ മിടുക്കലായി ഇതൊക്കെ. എന്റേതല്ലേ മോനെ. എന്തുവാടേ ഇപ്പൊ ഇതിനകത്തൊന്നും നീരൊന്നും ഇല്ലേടേ. ഇതിപ്പോ രണ്ട് കൈയും എനിക്ക് പ്രവർത്തിപ്പിക്കേണ്ടതായിട്ട് വരും കേട്ടോ. ഓരോന്നതേ ഫ്രണ്ടിലെ പിടിക്കണം. മോളെ ഇതൊന്നും ലോക്കാക്കിത്താണോ? എനിക്ക് അറിയത്തില്ല. ലല്ലുവേ, എനിക്കിപ്പം ജ്യൂസ് കുടിക്കണം. എനിക്ക് ഇതൊന്ന് ലോക്കാക്കി തരുമോ? എനിക്കിപ്പൊ ജ്യൂസ് കുടിക്കണം. ഇത് ലോക്കാവുന്നില്ല. എന്റെ ദൈവമേ, ഇനി ആരെങ്കിലും വിളിക്കണം. ഇനി വർഷം പോലെ വല്ലതും വിളിക്കണം. ഞാൻ മര്യാദയ്ക്ക് മറ്റേത് എടുക്കും കേട്ടോ. നീ മര്യാദയ്ക്ക് അവിടെ ഇരുന്ന ഇത്ര ഉള്ളത്തില്ലല്ലോ. വെള്ളം കുടിക്കാൻ നോക്കിയാല് ജ്യൂസ് അടിക്കണമെന്ന് വെച്ചാൽ നമുക്ക് ജ്യൂസ് അടിച്ച് കുടിക്കണ്ടേ? കണ്ടോ? അതിനി ഈ ഓറഞ്ചിന് നീരില്ലാത്തതാണോ? കുഴപ്പമായി കേസ്, കുഴപ്പമായി കേട്ടോ. നിങ്ങൾ ചിരിക്കൊന്നും ചെയ്യരുത്. ഈ ബുദ്ധൂസ് എന്തോ പണിയുന്നൊന്നും നിങ്ങൾ ചോദിക്കരുത്. ഈ ബുദ്ധൂസിന്റെ കാര്യം ഇങ്ങനെ ചില സമയത്ത് എല്ലാ പിരിമുട്ടും. എനിക്ക് പേടി എന്റെ ഉള്ള ജ്യൂസ് കളഞ്ഞു പോന്നോ. മാറിയിരിക്കേ ഓട്ടാ. എനിക്കൊന്നാതെ എനിക്ക് ദേഷ്യം കയറിയിരിക്കോ. എനിക്ക് വയ്യ. ഇതിപ്പോ എന്റെ രണ്ട് കൈ ഒടിയതാ തോന്നിന്ന്. ഇപ്പം വിചാരിക്കുക ഒന്നും വേണ്ടിയിരുന്നില്ലെന്നതേ. 4 ഓറഞ്ചിന്റെ ജ്യൂസാ ഇത്രയും. കുറച്ച് പച്ചവെള്ളം കോരി കുടിച്ചാൽ മതിയായിരുന്നു ഇതിലും ഭേദം. എൻ്റെ ഊപ്പാട് വന്നു ഇതിനകത്ത്. ഫ്രണ്ടിലതേ ഇവിടെ എന്തോ ഒരു ലോക്കുണ്ട്, പക്ഷെ അത് എനിക്ക് ഇടാൻ അറിയത്തില്ല. ഈ പട്ട് കേസിനെയും കൊണ്ട് തോറ്റി കേട്ടോ. പക്ഷെ എൻ്റെ മോൻ നന്നായിട്ട് ഇടും. അത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പോട്ടെ, എനിക്ക് ഇത്രയും കിട്ടി. എൻ്റെ ദാഹം മാറ്റാൻ ഞാൻ അവൾക്ക് കൊടുക്കത്തില്ല. വേണമെങ്കിൽ അവിടെ വീണ്ടും കുടിക്കണം. ഞാൻ എത്ര പ്രാവശ്യം മേടിച്ചു കേട്ടോ. ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് കൊണ്ടുവച്ചത്. ഐസ് ക്യൂബൊക്കെ ഇട്ട് ദേ ഐസ് വരെ തണുത്തു. ഐസ് ക്യൂബൊക്കെ തണുത്ത് കേട്ടോ. ഞാൻ അത്രയും കഴിക്കാത്തൊന്നും ഇരിക്കൊന്നും കേട്ടോ. എല്ലാം കുരുത്തക്കേടേ ഉള്ളൂ. മധുരമൊന്നും ഞാൻ ഇടുന്നില്ല കേട്ടോ. അയ്യോ വേണ്ട. ഒന്നാമതെ ചെറുതായിട്ട് ഷൂ ഉണ്ടോ എന്നൊരു സംശയം. നമുക്കിപ്പോഴേ എന്തോ കുടിച്ചാലും ഇപ്പൊ എൻ്റെ ഐസൊക്കെ എങ്ങാണ്ടൊക്കെ ചാടിപ്പോയി കേട്ടോ. ആരെയാ ഞാൻ കണി കണ്ടത്? ഒന്നും ശരിയാവില്ല. അതവിടെ കിടന്നു. എന്തായാലും എനിക്ക് ഇത്ര കിട്ടിയല്ലോ.
തണുത്ത ജ്യൂസിനകത്തോട്ട് നമ്മളങ്ങോട്ട് ഇത്രയും മതി. 2 ഗ്ലാസ്സൊക്കെ എടുത്തോട്ട് വെച്ചാൽ വേണമെങ്കിൽ പിഴിഞ്ഞ് കുടിക്കട്ടെ, അത്ര കുഴപ്പമില്ല. കണ്ടോ പഞ്ചസാര വേണ്ട കേട്ടോ. നല്ല പണി, ഇരട്ടി പണി ഉണ്ടാക്കി വെച്ചപ്പോൾ ഞാൻ വല്ല കാര്യം കൊണ്ടും നാരങ്ങ ഇരുന്ന് അത് പിഴിഞ്ഞ് കുടിച്ചാ പോരായിരുന്നു. നല്ലൊരു പരിപാടിയാക്കും. നാല് ഓറഞ്ച് ഇത്രയും ജ്യൂസൊക്കെ ഉള്ളൂ. എന്ന് പറയുന്ന കുഞ്ഞാണ് ഈ വർഷത്തെ സപ്താഹ ജ്ഞാനയജ്ഞത്തിൻ്റെ 5ാമത് ദിവസം. നാളെ രുക്മിണി സ്വയംവരത്തിൻ്റെ രുക്മിണിയായിട്ട് ആരാണ് ഒരു വേഷത്തെ ധരിക്കുന്നത് എന്നുള്ളത് ഭഗവാന്റെ ഇച്ഛ പോലെ തന്നെ കുഞ്ഞിലൂടെ നമ്മൾ അറിയാൻ പോവുകയാണ്. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ കുഞ്ഞു, ഭഗവാനെ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. നമുക്ക് അനുവാദത്തോടു കൂടി നമുക്ക് നറുക്കിടാം. നറുക്കിടണ്ടായോ? നമ്മൾ എല്ലാവരും ഒന്ന് നാമം ചോദിച്ചാട്ടെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവാൻ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. അപ്പോൾ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി നമ്മൾ നറുക്കെടുക്കുകയാണ്. കാട്ടി കൊടുത്താൽ ഭഗവാന്റെ ചുമല തന്നെ ആരാധ്യ. ഇവിടെ ഉണ്ടോ ആരാധ്യ? സ്കൂളിൽ പോയതാ, നമുക്കറിയാവുന്ന കുഞ്ഞാ. അപ്പോൾ ആരാധ്യയാണ്. ഭഗവാന്റെ ഇച്ഛ പോലെ തന്നെ, ഭഗവതിയുടെ ഇച്ഛ പോലെ തന്നെ ഈ പ്രാവശ്യത്തെ രുക്മിണിയായിട്ട് വേഷത്തെ ധരിക്കുന്നു എന്ന് കരുതി മറ്റുള്ളവർ മോശമാണ് എന്നുള്ളതല്ല. അവർ അഷ്ടലക്ഷ്മിമാരാണ് കേട്ടോ. പോയിട്ട് നാട്ടുകുഞ്ഞ അടുത്തത്. അപ്പോൾ അതിൻ്റെ പൂർത്തീകരണം ഈ നിറമുറ സമർപ്പിക്കാനുള്ളവർ രസീതെടുത്ത് ഇങ്ങോട്ട് വന്നാട്ടോ. ആരെയൊക്കെയോ എന്നോട് പറഞ്ഞിരുന്നു. നിങ്ങളാരെങ്കിലും നമ്മുടെ തെറ്റിപ്പൂ പറിച്ചിട്ട് വിരിഞ്ഞു നിൽക്കുന്ന പൂ പറിച്ചിട്ട് ഞാൻ കാണിക്കുന്നത് പോലെ ചെയ്തിട്ടുണ്ടോ എന്ന് പറയാം. പറിച്ചപ്പോൾ ഇച്ചിരി തണ്ട് വന്നു കേട്ടോ. ഇങ്ങനെ തേൻ വീഴും. ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? എൻ്റെ പരിപാടികൾ എന്ന് വെച്ചാൽ ഇതൊക്കെയാണ് കേട്ടോ. ഇവിടെ ദേ ഇങ്ങനെ കാണുന്നുണ്ടോ? ദേ ഇങ്ങനെ അങ്ങോട്ട് പറിക്കും. പെട്ടെന്ന് പറിച്ചില്ലെങ്കിൽ അതിനകത്ത് ആ പച്ച സംഭവം ഇനി വരും കേട്ടോ. ഇതിനകത്ത് കുറവാണ്. പക്ഷെ നമ്മുടെ ആ നാട്ടുതെറ്റി ഉണ്ടല്ലോ, തെറ്റി അതിനകത്ത് നല്ലത് മാതിരിയാണ്. ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചു തരുന്നില്ല, ഉണ്ട്. എന്നാലും ഇത്തിരി ഉണ്ടേ. ഞാൻ നട്ട് എൻ്റെ ചീര എത്രയായെന്ന് കാണിച്ചു തരട്ടെ. കാണാവോ ഇങ്ങനെ പിടിച്ചു വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തോരൻ വയ്ക്കാറൊക്കെ ആയി കേട്ടോ. തോരൻ വയ്ക്കാറൊക്കെ ആയി. പിള്ളേരെ വളമൊക്കെ ഇട്ടപ്പം ഇച്ചിരി വലുതായി. കാണുന്നുണ്ടോ? കണ്ടോ കണ്ടോ എൻ്റെ ചീര കണ്ടോ നിങ്ങൾ?
ഇത്രയായി കേട്ടോ. എൻ്റെ പിയെ രാവിലെയും വന്ന് പറഞ്ഞു ഇത് തോരൻ വയ്ക്കാറായി, വേഗം കണ്ടിക്കോ. അപ്പോഴും എന്തുവാ പൂക്കുന്നതിന് മുന്നല്ലയോ, പക്ഷെ പൂക്കാറൊന്നും ആയില്ല കേട്ടോ. എനിക്ക് വന്ന് ഒരാഴ്ചയും കൂടെ നിന്നിട്ട് നമുക്ക് കണ്ടിക്കാം കേട്ടോ. വേണ്ട കണ്ടോ, ഞാൻ വളം ഇട്ട് കൊടുത്തെന്ന് പറഞ്ഞില്ലേ, അതാ ഇത്രയായത്. ആദ്യത്തെ സംഭവം കേട്ടോ ചീര ഇങ്ങനെ ആവുന്നത്. ആദ്യമായിട്ട് ഞാൻ പാകി ഇങ്ങനെ കിളിപ്പിച്ചതാ കേട്ടോ. പക്ഷെ പയറരി ഒത്തിരി ഇട്ട്, പക്ഷെ ഒന്നും കിളിച്ചില്ല കേട്ടോ. ഇങ്ങനെ ഇരിക്കാൻ വയ്യ, നമുക്കൊന്ന് എഴുന്നേക്കാം, അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും വന്ന് പൊക്കിയെടുക്കണം. ദേ ഇവിടെ കേട്ടോ, കണ്ടോ ചിരിയേ ഉള്ളു, കണ്ടോ മതിയല്ലോ, ഒരു തോരന് മതിയല്ലോ നമുക്ക് അത്രയൊക്കെ മതി. പിന്നെ ചെടിച്ചേമ്പ് ദേ നമ്മുടെ അണ്ണൻ നട്ടതാണ്, അതും കിളിച്ച് വന്ന് ജ്യൂസൊക്കെ കുടിച്ചപ്പോൾ ഒരു ഉന്മേഷമൊക്കെ വന്ന് നമുക്ക് നമ്മുടെ കൃഷിയൊക്കെ കാണിക്കാം കേട്ടോ. ഇതില്ലേ മറ്റേ കുപ്പച്ചീര ഉണ്ടല്ലോ, ഞാൻ അതും തോരൻ വയ്ക്കും കേട്ടോ, നല്ലതാണ്. ഈ പൊട്ടായിരിക്കുന്ന സമയത്ത് നമ്മളിത് കണ്ടിച്ച് തോരൻ വയ്ക്കണം, സൂപ്പറാണ് കേട്ടോ. അമ്മേ, നമ്മുടെ സരസ് ഇവിടെ ഇല്ലാത്തത് കൊണ്ടല്ലോ ഉണ്ടല്ലോ ഒരനക്കവും ഇല്ല, ആവിയില്ല. അതേ നമ്മുടെ വിറയെല്ലാം പറക്കി അടുക്കി വെച്ച് കേട്ടോ. 2 ദിവസം കൊണ്ട് ജോലിക്കാരുണ്ടായിരുന്നു. നമ്മുടെ സൈറ്റിലെ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് ഇഷ്ടം പോലെ വിറകായി നമുക്ക്. അതേണ്ട മറ്റേ എൻ്റെ പിയായിരുന്നു ഇവിടെ വിറകൊക്കെ അടുക്കുന്നത്. പിയുടെ യൂണിഫോമാണ് കിടക്കുന്നത്, ഇവിടെ വരുമ്പോൾ ഇടുന്നതാട്ടോ. കൊതുക് കുത്തുമ്പോൾ ഇടുന്ന ബനിയനെ ഞാൻ കൊടുത്തതാട്ടോ. ഇഷ്ടം പോലെ വിറകായി. ഇത് അപ്പുറത്ത് നമ്മൾ സാധനങ്ങളെല്ലാം പറക്കി അടുക്കി വെച്ചിട്ട് കാണിക്കാം. ടുട്ടുവേ ചിക്കുവേ ചിക്കു ടുട്ടു വേണ്ട നമ്മുടെ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് അടുക്കിയൊക്കെ വെച്ച് വിടല്ല. മഴ പെയ്യാതിരുന്നാൽ ഭാഗ്യം, മഴ പെയ്താൽ നമ്മുടെ തടികളൊക്കെ നനഞ്ഞു പോവും. അമ്മയില്ലാത്തതുകൊണ്ട് ഇവിടെ ഒരു അനക്കവും ഇല്ല, ആവിയില്ല, സത്യമാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇവിടെയൊക്കെ കിടന്ന് കറങ്ങിയൊക്കെ നടക്കും കേട്ടോ. നമ്മുടെ പഴയ വീടിൻ്റെ അവിടാണ്, ഇഷ്ടംപോലെ വിറവുണ്ട് കേട്ടോ. ഞാൻ നിൽക്കുന്നത് നമ്മുടെ പഴയ വീടിൻ്റെ സിറ്റ് ഔട്ട് തിണ്ണയെന്നൊക്കെ പറയുമ്പോഴേ, അപ്പോഴവിടുത്തെ ആ തൂണ കേട്ടോ. പണ്ടത്തെ ആ തൂണെന്നൊക്കെ വെച്ചാലുണ്ടല്ലോ ആ 2 സൈഡിലും ഉണ്ട് തൂണുകൾ കേട്ടോ. നല്ല തൂണാവും, ഇതുവരെ ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല ഈ തൂണിനൊന്നും കേട്ടോ. നല്ല ഇതായിട്ട് ആ പുത്തൻ മാതിരി ഇരിക്കുക കേട്ടോ ഇപ്പോഴും ആ തൂണ്. നല്ല ഡിസൈന്, പെയിൻ്റ് അടിച്ച് കൊടുത്താൽ മതി. നമ്മുടെ അമ്പലത്തിലെ നാമമൊക്കെ ഇവിടെ വരെ കേൾക്കാം കേട്ടോ. മന്ത്രങ്ങളൊക്കെ വിടുന്നു ഇവിടെ കേൾക്കാം നമുക്ക് കേട്ടോ. അപ്പോഴേ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. അമ്പലത്തിലെ നമ്മുടെ സപ്താഹമൊക്കെ കഴിഞ്ഞ് നമ്മളിനി നമ്മുടെ പഴയതുപോലെ നമ്മുടെ വീട്ടുകാര്യങ്ങളുമായിട്ടൊക്കെ നമുക്ക് വരാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്കൊക്കെ അങ്ങ് പോകുന്നത് കൊണ്ടേ നമുക്ക് വലുതായിട്ട് നമ്മുടെ ഇവിടെ പിന്നെ വലിയതായിട്ട് ജോലിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടായിട്ടോ. നാളെ രാവിലെ പോകണം, നേരത്തെ പോകണം എനിക്കിനി. നാളെ 11:30 പറഞ്ഞത്, എന്നാലും രാവിലെ ഇച്ചിരി കൂടെ നേരത്തെയൊക്കെ പോകണം. അപ്പോഴേ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ. അപ്പോഴും നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം.